ആഴിയിൻ ആഴങ്ങളിൽ കടലിലെ അപകടങ്ങളുടെ ആഴങ്ങളിൽ നിന്നും കടൽ കടന്ന് കരക്കെടുത്ത കടൽ മക്കളുടെ ജീവിത അനുഭവങ്ങൾ ആഴിയിൻ ആഴങ്ങളിൽ. ആഴിയിൻ ആഴങ്ങളിൽ. ഇത് ഫായിസ് ആൻഡ്രോ, കൊല്ലം വളവിൽത്തോപ്പ് സ്വദേശിയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പഠനം ഉപേക്ഷിച്ച് മത്സ്യത്തൊഴിലാളിയായി മാറി. കടലിലെ നിരവധി പ്രതിസന്ധികളെ പ്രാർത്ഥനയോടെ തരണം ചെയ്ത നിമിഷങ്ങൾ ഓർത്തെടുക്കുകയാണ് ഫായിസ് ആൻഡ്രോ. എൻ്റെ പേര് ഫായിസ് ആൻഡ്രോ. ഞാൻ 15 വയസ്സ് മുതലാണ് കടലിൽ പോയി തുടങ്ങിയത്. SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മുഴുപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ വള്ളോമലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കടലിൽ പോകാനായിട്ട് ഇറങ്ങി. ആദ്യമായിട്ട് കൊഞ്ചിൻ്റെ വലയിടാനാണ് പോയത്. കൊഞ്ചിൻ്റെ അത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരുന്നു. അങ്ങനെ തങ്കശ്ശേരി ഭാഗത്ത്, അതായത് സർപ്പക്കുഴിയുടെ തെക്കുവശം വല ഇട്ടു. അന്ന് തിരയൊന്നും ഇല്ലായിരുന്നു. ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ കൊച്ചപ്പൻ്റെ 2 മക്കളും ഞങ്ങൾ 4 അനിയച്ചേട്ടന്മാർ 4 പേരും കൂടെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പിറ്റേ ദിവസം വല പിടിക്കാൻ ചെന്നു. വല പിടിച്ചും കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു കടൽ വന്ന് കൂടി. അങ്ങനെ വള്ളം മറിയുകയും വള്ളം പിന്നെ മലത്തി ഒരാൾ കയറിയിരുന്ന വള്ളം പടിഞ്ഞാറോട്ട് തുഴന്നു മാറ്റുകയും പിന്നെ വേറെ വള്ളക്കാർ വന്ന് സഹായിച്ചിട്ട് ഞങ്ങൾ വള്ളം മലത്തി കര വന്നു. വേറെ വള്ളക്കാർ പോയാണ് പിന്നെ വലയൊക്കെ എടുത്തത്. അങ്ങനെയാണ് എൻ്റെ കടൽ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ പല ഘട്ടങ്ങളിലും ഒരുപാട് ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ആ വള്ളമൊക്കെ എല്ലാം പോയി. പിന്നെ പുതിയതായി ഞങ്ങളൊരു വള്ളം എടുക്കുകയും കുറച്ചു കാലം ഇങ്ങനെ ബോട്ടിൽ പോവുകയും വള്ളമലയൊക്കെ കളഞ്ഞിട്ട് ബോട്ട് പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് പോവുകയും പിന്നെ ബോട്ട് പ്രസ്ഥാനം കളഞ്ഞിട്ട് ഒരു പുതിയ വള്ളം അപ്പം ചെത്തുകയും ആ വള്ളത്തിൻ്റെ പേരാണ് ഇവിടെ പ്രസിദ്ധമായ ചാണാവള്ളം. അതിലാണ് ഞങ്ങൾ 4 പേര് നല്ല ചെറുപ്പക്കാർ. ഞങ്ങൾ ചെറുപ്പക്കാരായതിനു ശേഷമാണ് ഈ വള്ളത്തിൽ നല്ല പണിയായിരുന്നു. അങ്ങനെ പോവുകയും ഒന്നും വകവയ്ക്കത്തില്ല. അങ്ങനെ കണ്ടായാലും ഞങ്ങൾ കടലിൽ പോകും. അങ്ങനെ ഒരു ദിവസം വള്ളം ഇറക്കി. ഇന്ന് 4 വെള്ളം ഇറക്കിയുള്ളൂ. ഞങ്ങൾ വടക്ക് ഭാഗത്തോട്ട് ഒരു ഏകദേശം ഒരു 2 മീറ്റർ ആഴത്തിൽ ചെല്ലുകയും പെട്ടെന്നൊരു കാറ്റ് വീശുകയും ഭയങ്കര ചുഴലി, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം 2 വള്ളക്കാർ വടക്കോട്ട് മാറിപ്പോവുകയും കാറ്റ് വീശിയതിന് ശേഷം മഴയും വന്നിട്ട് ഒന്നും കാണാത്തില്ല. അങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. വള്ളം ഇങ്ങനെ ചേമ്പലപ്പുറത്ത് ഒഴുകി പോകുന്ന കണക്ക് ഇങ്ങനെ വരികയാണ്. ഒരു 5 മിനിറ്റ് ഒന്നും അറിയാൻ വയ്യ. അന്നൊരു വള്ളം കമരുകയും അവർ കരയ്ക്കെടുക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങളന്ന് രക്ഷപ്പെട്ടു. പിന്നെ പോയി വലയിടുകയും ഞങ്ങൾക്ക് കുറേ മീനുകൾ കിട്ടുകയും ചെയ്തു. അങ്ങനെ പല ഘട്ടങ്ങളിലും ഈ കടലിൽ പോയി അവസരങ്ങളിൽ ഭയങ്കര കാറ്റ് വീശുകയും വള്ളം മറിയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എന്തായാലും ഇവിടെ ഔസേപ്പിതാവിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ ഇവിടെ പള്ളി വരുന്നതിന് മുമ്പ് ഒരു കടലിൽ വലിയ കാറ്റ് വീണ് വള്ളം മറിയുകയും 2 പേര് ഇവിടുന്ന് പോയി. അന്ന് ഞാൻ ഇവിടെ ഇല്ല, ഞാനന്ന് ഗൾഫിലാണ്. അങ്ങനെ ഒരുപാട് അനിഷ്ട സംഭവങ്ങളുണ്ടായെങ്കിലും ആ ഒരു അനിഷ്ട സംഭവത്തിന് ശേഷം ആരും അങ്ങനെ മരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങനെ വള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ വള്ളം കരയ്ക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ കാല് എത്തിയില്ല, കുഴിയായിപ്പോൾ മറിഞ്ഞ് വീഴുകയും എനിക്ക് അപകടം പറ്റുകയും ചെയ്തു. അങ്ങനെ അത് പിന്നെ കുറച്ച് നാൾ ചികിത്സയും കാര്യങ്ങളായിട്ട് പോവുകയും പിന്നെ അവസാനം അത് ഓപ്പറേഷനിൽ കലാശിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ 3-4-5 വർഷങ്ങളായി ഞാൻ പണിക്കൊന്നും പോകാതെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാത്രേ ഉള്ളൂ.
പല ഘട്ടങ്ങളിലും ദൈവം രക്ഷിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഈ വളവിൽത്തോപ്പ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ഔസേപ്പിതാവിൻ്റെ പള്ളി കുരിശടി ഇവിടെ വന്നത് മുതൽ ഈ പ്രദേശത്താകെ ഒരു അനുഗ്രഹമാണ്. ഒന്നുകൊണ്ടും ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ വള്ളങ്ങൾ മാറി, പഴയ രീതിയിലുള്ള വള്ളങ്ങൾ മാറി, തടിവള്ളം മാറി, എൻജിൻ വന്നു, തടിവള്ളത്തിൽ എൻജിൻ വന്നു, അതിനുശേഷം വലിയ വള്ളങ്ങൾ വന്നു, വലിയ എൻജിൻ വന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ബുദ്ധിമുട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് ഇപ്പോഴും നല്ല പണികൾ കിട്ടുന്നുണ്ട്. ഇവിടെ അയിലയായാലും ചാളയായാലും ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല സീസണുകളിലെ കണവകൾ കണ്ടമാനം കണവ കിട്ടി. കഴിഞ്ഞ വർഷവും ഈ വർഷവുമൊക്കെ നല്ല രീതിയിൽ ചാകരൻ എന്ന് പറയാം. വള്ളത്തിൽ മറിഞ്ഞു വീഴുകയും, ഞാൻ ഓപ്പറേഷൻ ചെയ്തെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ചെയ്യുകയും ഞാൻ വിശ്രമത്തിലിരിക്കുമ്പോൾ ഞാൻ രാത്രി ജപമാല പഠിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജപമാല പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ 2 മണിക്ക് എണീറ്റ് 2 മണിക്ക് 3 മണിക്ക് ഇരുന്ന് ജപമാല പഠിക്കും. അതിനുശേഷം ഒരു ദിവസം ഞാൻ എന്തോ ഉറങ്ങിപ്പോയി. അപ്പോൾ മാതാവ് വന്ന് എൻ്റെ കാലിൽ എന്നെ തട്ടി വിളിച്ചു. കാല് തട്ടി ഞാൻ പെട്ടെന്നുള്ളൊരു അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തി എന്നിൽ മാതാവ് ചെയ്തു. അന്നു മുതലേ ഞാൻ ഇന്നു വരെയും വർഷങ്ങളായി ഞാൻ 2 മണിക്കും അതിന് ശേഷവും ഇരുന്ന് കൊന്ത പഠിക്കും. ചേട്ടേ പിന്നെ ഉറങ്ങുകയുള്ളൂ. ഞങ്ങൾ 10 മക്കളായിരുന്നു. 6 ആണുങ്ങളും 4 പെണ്ണുങ്ങളും. ആ വിശ്വാസത്തിൽ ജീവിച്ച് വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ വീട്ടിൽ 2 പേര് മാത്രമേ ഞങ്ങൾ കടലിലോട്ട് പോയിട്ടുള്ളൂ. വള്ളവും വലയായിട്ടും അല്ലെങ്കിൽ ബോട്ട് സംബന്ധമായിട്ടും ഞങ്ങൾ 2 പേര് മാത്രമേ കടലിൽ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കരയിലെല്ലാം എൻ്റെ ചേട്ടന് സർക്കാർ ഉദ്യോഗമായിരുന്നു. പുള്ളി ഇങ്ങനെയാണ് കിഡ്നി ട്രബിളായിട്ട് മരിക്കുകയും പിന്നെ ഏകദേശം 1994 വരെ ഞാൻ കടലിൽ പോവുകയും പിന്നെ 13 വർഷം ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യുകയും. എന്തായാലും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു കാര്യമില്ല. വിശ്വാസത്തിൽ അടിയുറച്ച കുടുംബമാണ്. എൻ്റെ അപ്പൻ മാതാവിൻ്റെ പെരുന്നാൾ ചെയ്യുകയും അങ്ങനെ പ്രതിസന്ധിയാണ് ആയിരുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ആഗ്രഹപ്രകാരം അങ്ങനെ പ്രതിസന്ധിയായും പെരുന്നാൾ ചെയ്തതിന് ശേഷമാണ് മരിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു ഭാഗ്യം അപ്പനുണ്ടാകുകയും അതിനുശേഷം ഞാൻ 2007 ഒക്ടോബർ 18-ാം തീയതി ഞാൻ ഇവിടെ നാട്ടിൽ വരികയും ഈ സുനാമിക്ക് കഴിഞ്ഞ് ഈ സുനാമി വിദേശത്തുള്ള ഒരു ചാരിറ്റി സംഘടന ഇവിടെ എൻജിൻ കൊടുക്കുകയും അന്ന് തോണിവള്ളത്തിലെല്ലാം ഇവിടെ അവർ എൻജിൻ സപ്ലൈ ചെയ്യുകയും അങ്ങനെ ഒരു എൻജിൻ കിട്ടി വള്ളത്തിൽ പോവുകയും പിന്നെയും തുടർന്നുള്ള ജീവിതത്തിൽ ഈ വള്ളത്തിൽ എൻജിൻ വെച്ച് പോവുകയും പുരോഗമനപരമായിട്ടുള്ള എല്ലാ മീൻ പിടിക്കാനുള്ള എല്ലാ സന്ദർഭവും എൻജിൻ വന്നതിന് ശേഷം എല്ലാവർക്കും ഉണ്ടായി. അതിനുശേഷം ഇപ്പം അതിന് കൂടുതൽ വലിയ എൻജിൻ വരികയും ഇപ്പം വലിയ ഫൈബർ ഗ്ലാസും ഫൈബർ ബോട്ടും വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല പുരോഗമനം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഈ സുനാമി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുനാമി കൊണ്ട് ഇവിടെ അനുഗ്രഹം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എല്ലാവരും പറയുന്നത് സുനാമി അല്ല വന്നത്, ഇവിടെ മഹാലക്ഷ്മിയാണ് വന്നത്. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. 1-2 വീടിനൊക്കെ ചെറിയ സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുള്ളൂ. അതിന് പകരം സർക്കാർ അവർക്ക് വീട് കൊടുക്കുകയും ഒരു പ്രശ്നവുമില്ല.
സുനാമി വന്നതുകൊണ്ടാണ് ഈ ഇഞ്ചൻ കെട്ടാനുള്ള കാരണമായത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ പ്രദേശത്തിന് പുരോഗമനമായ രീതിയിൽ കാര്യങ്ങൾ വരികയും ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവം എൻ്റെ ഒരു സുഹൃത്ത്, ചെറുപ്പത്തിലുള്ള സുഹൃത്താണ്, എൻ്റെ അടുത്ത ഏറ്റവും സുഹൃത്തായിരുന്നു ഔസേപ്പ് എന്നാണ് അയാളുടെ പേര്. വള്ളത്തിൽ തെക്ക് പടിഞ്ഞാറിങ്ങനെ വല വെച്ച് അന്ന് പരവ കിട്ടുന്ന സമയമാണ്. വല വെച്ച് തീർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ ഇരുള് കറക്കുകയും ഒരു വലിയ മിന്നൽ മിന്നി ഒരു വലിയ ഇടിയും വെട്ടുകയും അതിനുശേഷം പെട്ടെന്ന് വല പിടിക്കുകയും അന്ന് മീനൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് ഇങ്ങനെ തുഴന്ന് വന്നപ്പോൾ പിന്നെ കിഴക്ക് മാറി ഒരു പങ്കായം പൊക്കുന്നത് കണ്ട് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തുഴന്ന് അടുക്കുകയും അപ്പോൾ കാർമേലെന്ന് പറയുന്ന പുള്ളിയുടെ വള്ളത്തിലായി ഔസേപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തുഴന്നടുക്കുകയും അപ്പോൾ വേറൊരു കൊല്ലത്തുള്ളൊരു വള്ളം ഈ വള്ളത്തിന് അടുത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ടേ നാളിന് അബദ്ധം പറ്റി, പെട്ടെന്ന് നിങ്ങൾ കരയ്ക്കെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കയറി എൻ്റെ വള്ളത്തിൽ പൊക്കി ഇടുകയും പുള്ളിക്ക് ഇടിവെട്ടേറ്റതാണ്. അന്ന് കാർമേലിനും സാരമായിട്ട് പരിക്കേറ്റ് പുള്ളിയും വെള്ളത്തിൽ പോയി, ശരീരമെല്ലാം മരവിച്ചു പോയി. പിന്നെ പുള്ളിയും കരക്കെടുത്തിച്ച് പുള്ളി കുഴപ്പമൊന്നും പറ്റാതായി. ഔസേപ്പ് ആ സമയം തന്നെ മരണപ്പെടുകയും ഞങ്ങൾ വള്ളത്തിൽ തൊഴുന്നുകൊണ്ട് കര വരികയും പുള്ളിയെ കൊല്ലം ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പുള്ളിയെ ഇങ്ങനെ അപകടം സംഭവിക്കുകയും ചെയ്തു. മരണപ്പെടുകയാണ് ചെയ്തത്. ദേഹവല്ലാസകലം പൊള്ളിപ്പോയി ഇടിവെറ്റി. അങ്ങനെ ഒരു ഏറ്റവും ദാരുണമായ ഒരു സംഭവം നമ്മുടെ ഈ കടലിൽ വെച്ച് ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. വേറെ ആർക്കും ഇങ്ങനെ ഒരു ഇടിവെട്ടേറ്റ് എൻ്റെ ഓർമ്മയിലില്ല. വള്ളം കടലുകൂടി കമന്നിട്ടുണ്ട്, കാറ്റ് കൂടിയിട്ടുണ്ട്, പക്ഷേ ഇടിവെട്ടി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ വളവിൽ തോപ്പിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തുഴന്ന് പോകുന്ന സമയത്ത്, വലിയ കടലുള്ള സമയത്ത് കൂടുതൽ ആൾക്കാർ പോകത്തില്ല. ഒരു 5-6 വള്ളമൊക്കെ പോകത്തുള്ളൂ. അന്ന് ഏതെങ്കിലും 1-2 വള്ളം മറിയുകയും കരയിൽ നിന്ന് അന്ന് ഇവിടെ സംഘമായിട്ട് റോപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കരയിൽ നിന്ന് വള്ളക്കാർ പോയി കെട്ടി വലിച്ച് കര കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1-2 വള്ളംക്കാരെ കെട്ടി വലിച്ച് വന്നിട്ടുണ്ട്. ചില സമയത്ത് വള്ളം കമന്ന് തെക്കേ ഭാഗത്തോട്ട് ഒഴുകി പോയാൽ സീവാളിൽ നിന്ന് അടുത്ത് കയറാതിരിക്കാൻ വേണ്ടി പിടിച്ച് ആൾക്കാരെല്ലാവരും കൂടി വന്ന് പിടിച്ച് പൊക്കി ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ തെക്കോട്ട് വന്ന കൂട്ടത്തിൽ ഒരു വള്ളം, ജോസഫ് അച്ചാൻ്റെ വള്ളം, ഒരു ദിവസം ഈ സ്പില്ലറിൻ്റെ തെക്കുവശം കയറുകയും പൊട്ടുകയും ചെയ്തു. അത് പൊക്കി മേളിൽ കൂടെ കൊണ്ടുവരികയും ചെയ്തു. അത് വലിയ കാറ്റ് കൂടിയതാണ്. അങ്ങനെ അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ അന്ന് സ്ഥലത്തില്ലായിരുന്ന ഒരു സമയത്താണ് കുറേ വള്ളക്കാർ പോവുകയും വള്ളം ഭയങ്കര ചുഴലിക്കാറ്റടിക്കുകയും അന്ന് ഇവിടുത്തെ ജോയ് എന്ന് പറയുന്ന ഒരാൾ, നമ്മുടെ പടിഞ്ഞാറേ വീട്ടിലുള്ള അച്ചായനും പിന്നെ തെക്കുള്ള ഒരു പയ്യനും അന്ന് ആ വള്ളം മറിഞ്ഞ് 2 പേരും വരിക. അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അത്രയ്ക്കും തിരമാലയായിരുന്നു, കാറ്റുമായിരുന്നു. വേറെ എല്ലാവരും പ്രാണരക്ഷാർത്ഥം തുഴന്നു വരികയും അതുപോലെ തന്നെ 2 പേര് നീന്തറിയാവുന്നത് കൊണ്ട് 2 പേര്, ലോറൻസ് എന്ന് പറയുന്ന ഒരു പയ്യനും വേറൊരു അച്ചായനും നീന്തി തെക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നീന്തി കയറുകയും അങ്ങനെ കരയിൽ നിന്ന് ആൾക്കാർ പോയി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾ മരിച്ചുപോയി, ലോറൻസ് ഇപ്പോഴും ഉണ്ട്, ഇപ്പം പണിക്ക് പോകുന്നുണ്ട്, പുള്ളിക്ക് വള്ളവും മലയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ജൂൺ 15 മുമ്പ് ബോട്ട് എല്ലാം ചുഴലിക്കാറ്റിന് മറിഞ്ഞ് നമ്മുടെ കൈ മുട്ടിൻ്റെ ഭാഗത്ത് വന്ന് മറിയുകയും ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്യുന്നു. അതിന് മരിച്ചവരുടെ പേരിൽ ആൾക്കാരൊക്കെ കണക്കില്ല മരിച്ചവരുടെ. അതിൻ്റെ ചേട്ടന് അങ്ങ് ബോട്ടിൽ പോയി വരുന്നവരെ 1 മണിക്ക് വരെ ആ ബോട്ട് വന്നത്. അവർക്കൊരു പ്രശ്നവും പറ്റിയില്ല. എൻ്റെ പെങ്ങളുടെ ബോട്ട് മറിഞ്ഞില്ല. ഇഞ്ചൻ തകരാറായി വലചുറ്റി കിടക്കുകയും അത്ഭുതകരമായിട്ട് അത് അഴിക്കാതെ കയറുകയും അവർ കുഴപ്പമൊന്നുമില്ലാതെ കര വരികയും ചെയ്തിട്ടുണ്ട്.
ശക്തികുളങ്ങര നടുക്കിയ ഏറ്റവും വലിയ ദുരന്തം ജൂൺ 15 അന്നാണ് ചുഴലിക്കാറ്റടിക്കുകയും ബോട്ടുകാരൊക്കെ ഞങ്ങളെല്ലാം നേരത്തെ പോയി വള്ളക്കാരെല്ലാം കര വന്നു. വേണ്ട 12 മണിക്ക് ശേഷമാണ് ഈ ബോട്ടെല്ലാം പോയി. ചുഴലി കൂടി ഭയങ്കര ചുഴലിക്കാറ്റാണ്. നമ്മുടെ കൊല്ലം കളക്ടർ എല്ലാവരും വന്ന് മുട്ടിൻ്റെ പുറത്ത് നിൽക്കുകയും ഞങ്ങളെല്ലാം പോയി മുട്ടിൻ്റെ പുറത്ത് നിൽക്കുകയും ആൾക്കാർ നമ്മുടെ സഹോദരങ്ങൾ വരികയും ഒരുപാട് ബോട്ടുകൾ മറിയുകയും ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തു. ആരെല്ലാം എന്നൊന്നും അറിയത്തില്ല. ഇവിടുന്ന് വടക്കുന്നുള്ള 1-2 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊമ്പാസ് എന്ന് പറയുന്ന അച്ചായൻ പുള്ളി വേറൊരു ബോട്ട് മറിഞ്ഞ് ആൾക്കാരെ എടുത്ത് വരുന്ന വഴിക്ക് ആ ബോട്ട് മറിയുകയും ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടുകയും കൊമ്പാസ് എന്ന് പറയുന്ന പുള്ളി മരിക്കുകയും ചെയ്തു. അതൊരു ട്രാജഡി ആയിരുന്നു നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ജൂൺ 15. ശക്തികുളങ്ങര ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇടവകയാണ് കൊല്ലത്തെ. വലിയ ഇടവകയെന്ന് പറഞ്ഞാൽ ഒരുപാട് 7000-ഓളം ജനങ്ങൾ ഉള്ള ഇടവകയാണിത്. ഏറ്റവും വലിയ വിശ്വാസത്തിൽ ഏറ്റവും ആഴപ്പെട്ട ഒരു സമൂഹമാണ് ശക്തികുളങ്ങര സമൂഹം. അതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുന്ന തലമുറയാണ് ശക്തികുളങ്ങര. പിന്നെ ഔസേപ്പിതാവിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔസേപ്പിതാവിൻ്റെ കുരിശടിയും ഈ ചാപ്പലും വന്നതിന് ശേഷം അതിനു മുമ്പും അങ്ങനെ ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര വിശ്വാസമാണ്. അത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ കരം ഉണ്ടായിരുന്നു. ഈ പ്രദേശം തന്നെ വലിയ വയലായിരുന്നു. വയലും വെള്ളമായിട്ട് കിടന്ന സ്ഥലമാണിത്. പുള്ളിയുടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കരം ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ വന്നത്. ഇപ്പോൾ ചാപ്പൽ വന്നു, കുരിശടി വന്നു, വേദപാഠ ക്ലാസ് വന്നു. ഇതെല്ലാം കർത്താവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഈ പ്രദേശത്തിന് ഉണ്ടായത്. അതായത് ശക്തികുളങ്ങര ഇടവകയിൽ പോകണമെങ്കിൽ പ്രായമുള്ളവർക്ക് ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഈ ഭാഗത്തുള്ളവർക്കെല്ലാം ഈ ദേവാലയം വലിയ അനുഗ്രഹമാണ്. ഞാൻ ഡെയിലി വന്ന് ഇവിടെ കുരിശടിയിൽ കൈകെട്ടി ഈശോ എടുത്തൊന്ന് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ഒരു 12 വിശ്വാസ പ്രമാണം ചൊല്ലും, ഒരു 9 എത്രയും ദയുള്ള മാതാവിൻ്റെ ജപം ചൊല്ലും, 40 സ്വർഗസ്ഥനായ പിതാവും ചൊല്ലും. എനിക്കത് മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ചൊല്ലിയാൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. അത് ഞാൻ ഡെയിലി മുടക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ രാവിലെ ഔസേപ്പിതാവിൻ്റെ ഈ മേലങ്കി പ്രാർത്ഥന, കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന, പിന്നെ ഈശോയുടെ ഒരു പ്രാർത്ഥനയെ ഡെയിലി ഞാൻ മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ല എനിക്ക്, ഇതേ ഉള്ളു ശരണം. പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈബിളിലെ സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനം 150 ഉണ്ട്. അതിൽ എല്ലാ വചനങ്ങളും ഒന്നിനൊന്നിന് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മക്കളാണ്. എൻ്റെ ഒരു മോനും ഒരു മോളും. മോനും വൈഫും ദുബായിൽ വർക്ക് ചെയ്യുന്ന, അയാൾ സേഫ്റ്റി ഓഫീസറാണ്. അയാളുടെ ഭാര്യ അവിടുത്തെ ഈ സർക്കാർ സ്കൂളിലെ നേഴ്സാണ്. പിന്നെ മോനും മരുമോളും നല്ല ജോലി കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ. പിന്നെ മോളെ കെട്ടിച്ചത് ഇവിടെ ശക്തികുളങ്ങര തന്നെ. അയാളും ദുബായിലാണ്. ഇപ്പോൾ മോളും ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ കുടുംബം. പിന്നെ കൊച്ചുമോൾ ഉണ്ട്. മോന് 3 മക്കളാണ്. മോൾക്കൊരു മോളേ ഉള്ളൂ. മോളിപ്പം ഞങ്ങളുടെ കൂടെയാണ്.
ചെറുപ്പം മുതൽ 15 ദിവസം മുതൽ കടലിൽ പോയത് കൊണ്ട് ഇപ്പോഴും ജോലിക്ക് പോകണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്, അദമ്യമായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അസുഖം കാരണം നമുക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ വിഷമത്തിലാണ്. എന്ത് ചെയ്യാനാ? മനസ്സുണ്ട്, പക്ഷേ ശരീരം പറ്റുന്നില്ല. നമ്മൾ ചെറുപ്പത്തിൽ കടലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പേടിയെന്നുള്ളൊരു സംഭവമില്ല. ചെറുപ്പത്തിൽ അത് ചോരത്തിളപ്പുള്ള സമയമായതുകൊണ്ട് ഒരു പേടിയുമില്ല. എന്തോ മുമ്പ് പിന്നെ എന്തോ വരുമെന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അതിനുശേഷം പ്രായമായി മക്കളൊക്കെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. അത് മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. കാറ്റും കടലും, കടലിൽ പോകുമ്പോൾ നല്ല അന്തരീക്ഷമായിരിക്കും, പെട്ടെന്നായിരിക്കും കടലിൻ്റെ ഭാവം മാറുന്നത്. കാറ്റ് വീശും, ഇരുൾ കറുത്ത് കാറ്റ് വീശുമ്പം തിരമാല ഉയരും. അങ്ങനെ അതിനുശേഷം വലിയ ഒരു ഭയപ്പാടുണ്ടാകുന്ന അന്നേരമാണ്. അങ്ങനെ കൂടുതൽ കടലുള്ള സമയത്ത് ഞാൻ അങ്ങനെ പിന്നെ പോകാറ് പതിവില്ല. വേറെ ആൾക്കാരെ വള്ളത്തിൽ കയറ്റി വിടുന്നത്.